സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലെ എല്ലോറ കേവ്സിലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ വോയിസ് ഓവർ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാൻ 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ് എല്ലോറ ഗുഹകൾ. രാഷ്ട്ര കൂടാരാണ് ഇത് നിർമ്മിച്ചത്. പുരാതന ഗുഹാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ എല്ലോറയെ യുനെസ്കോയുടെ ലോക പൈതൃകങ്ങളുടെ കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ നിർമ്മിച്ച ബുദ്ധ, ഹിന്ദു, ജൈന ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ് ഇവിടെയുള്ള 34 ഗുഹകളിലുള്ളത്. ചരണാന്തരി കുന്നുകളുടെ ചെകുത്തായ ഭാഗം തുറന്നിട്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. 34 ഗുഹകളിൽ 1 മുതൽ 12 വരെയുള്ളത് ബുദ്ധമത ക്ഷേത്രങ്ങളും 13 മുതൽ 29 വരെ 17 ഗുഹകൾ ഹിന്ദു ക്ഷേത്രങ്ങളും ബാക്കി വരുന്ന 5 ജൈനമത ക്ഷേത്രങ്ങളുമാണ്. എല്ലോറയിലെ എടുത്തു പറയേണ്ടതായ ഒന്നാണ് 16ാമത്തെ ഗുഹയിലുള്ള കൈലാസനാഥ ക്ഷേത്രം. 8-ാം നൂറ്റാണ്ടിലാണിത് പണിത് തീർത്തിരിക്കുന്നത്. ഇതിനേക്കാൾ മഹത്തായ ഒരു കലാശില്പം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഒരൊറ്റ പാറയിൽ നിന്ന് കൊത്തിയെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് കൈലാസനാഥ ക്ഷേത്രം. ഇനി ഞാനൊരു കഥ പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു കഥയാണ്. എട്ടാം നൂറ്റാണ്ടിലെ ഒരു രാഷ്ട്രകൂട രാജാവിന് ഒരു വലിയ അസുഖം പിടിപെട്ടു. പല വൈദ്യന്മാർ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ അസുഖത്തിന് യാതൊരുവിധ കുറവുമുണ്ടായില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ശിവഭക്തയായിരുന്നു. യലപുര എന്ന പ്രദേശത്തെ ഒരു ശിവപ്രതിഷ്ഠയോടായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത്. രാജാവിന് പൂർണ്ണമായും അസുഖം ഭേദമാകാൻ വേണ്ടിയും അവർ ശിവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് വെറും ഒരു പ്രാർത്ഥന മാത്രമായിരുന്നില്ല, അതൊരു പ്രതിജ്ഞ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായാൽ അവിടെ ഒരു കൂറ്റൻ ക്ഷേത്രം നിർമ്മിക്കാമെന്നും ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ പണി പൂർണ്ണമായിട്ടും കഴിയുന്നതുവരെ ജലപാനം പോലുമില്ലാതെ വ്രതമനുഷ്ഠിക്കാമെന്നും അവരൊരു നേർച്ച നേരുകയാണുണ്ടായത്. അത്ഭുതമെന്ന് പറയട്ടെ, രാജാവിന്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി. അസുഖം മാറിയ ശേഷം രാജ്ഞിയുടെ പ്രതിജ്ഞ പാലിക്കുവാൻ വേണ്ടി ക്ഷേത്രം നിർമ്മിക്കുവാൻ അദ്ദേഹം ശില്പികളെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ സകലമാന ശില്പികളും പറഞ്ഞത് ക്ഷേത്രത്തിന്റെ പണി തുടങ്ങി ഗോപുരത്തിന്റെ പണി തീരുമ്പോഴേക്കും വർഷങ്ങൾ എടുക്കുമെന്നും അത്രയും കാലം വ്രതം നോറ്റാൽ അത് രാജ്ഞിയുടെ മരണത്തിലേക്ക് കലാശിക്കൂ എന്നും. രാജാവിന് വിഷമമായി. ആ വിഷമഘട്ടത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചത് കൊക്കോശോ എന്ന ഒരു ശില്പിയായിരുന്നു. രാജ്ഞിയുടെ പ്രതിജ്ഞ പോലെ തന്നെ ഒരു കൂറ്റൻ ക്ഷേത്രം നിർമ്മിച്ചു തരാമെന്നും സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുകളിൽ നിന്നും താഴേക്ക് പാറ ചെത്തി ഒരു ക്ഷേത്രം നിർമ്മിക്കാമെന്നും അദ്ദേഹം രാജാവിന് ഉറപ്പ് നൽകി. അങ്ങനെ നിർമ്മിക്കുമ്പോൾ ആദ്യമായി തെളിഞ്ഞു വരുന്നത് ക്ഷേത്രത്തിന്റെ ഗോപുരമായിരിക്കുമെന്നും അദ്ദേഹം രാജാവിന് വാക്കു നൽകി. രാജാവിന് സന്തോഷമായി. അവർ ക്ഷേത്രം നിർമ്മിക്കാൻ തിരഞ്ഞെടുത്തത് യലപുരയിലെ ഈ കാണുന്ന കല്ലുകൾ നിറഞ്ഞ കൂറ്റൻ പർവ്വതമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാറക്കെട്ടുകൾ നിറഞ്ഞ ആ പർവ്വതത്തിൽ നിന്നും ഒരു കൂറ്റൻ ഗോപുരം തെളിഞ്ഞു വന്നു. പിന്നീട് അതൊരു കൂറ്റൻ ക്ഷേത്രമായി മാറുകയായിരുന്നു. 18 വർഷമെടുത്ത് നിർമ്മിച്ചെടുത്ത
ആ കൂറ്റൻ ക്ഷേത്രമാണ് ഇന്ന് നമ്മൾ എല്ലോറയിൽ കാണുന്ന കൈലാസനാഥ ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ ലോകാത്ഭുതങ്ങളെക്കാൾ വലിയ ലോകാത്ഭുതമാണ് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഒരു തൂണിന്റെ ഉയരം വരെ ഏതാണ്ട് 100 അടിക്ക് മുകളിൽ വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതിൻ്റെ വലുപ്പം എന്താണ് എന്ന്. സാധാരണ നാം കാണുന്ന ക്ഷേത്രങ്ങളെപ്പോലെ കല്ല് വെച്ച് ഉണ്ടാക്കിയ ഒരു നിർമ്മിതിയല്ല ഇത്. ഒരു വലിയ പർവ്വതത്തെ തന്നെ ഒരു ക്ഷേത്രമാക്കി മാറ്റിയ ഒരു വലിയ നിർമ്മിതിയാണ് കൈലാസനാഥ ക്ഷേത്രം. ഇതുകൂടാതെ ഇവിടെ വേറെയും ഒരുപാട് ഗുഹകളുണ്ട്. ഒരു സംഭവം തന്നെയായിട്ട് ഈ സ്ഥലം. പക്ഷെ നമ്മൾ എത്തിയ സമയം വൈകി. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാളെ കയറിയാൽ മതി വിചാരിച്ച സമയമില്ലാത്തത്. പക്ഷെ നാളെ ചൊവ്വാഴ്ച ഈ സംഭവം അവധിയാണ്. ഇപ്പോൾ 6 മണിയായിട്ട് എല്ലാവരും പുറത്തിറക്കണവർ ഓടി ഷൂട്ട് ചെയ്യണം. നമ്മൾ ഈ വിസിലടിക്കണ സൗണ്ട് കിട്ടിയില്ലെങ്കിൽ അതിവിടെ നമ്മളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള സൗണ്ടാണ് വിസിലടിയാണ്. ഒരുപാട് കാണാണ്ട് 43 ഗുഹകൾക്കായിട്ട് നമുക്ക് പ്രവേശനം ഉണ്ട്. അങ്ങനെ എന്തോ സംഭവം ഇതിൻ്റെ ഇവിടെയൊക്കെ നല്ല അടിപൊളി കേവുകളുണ്ട് നമ്മളെ ഫ്രണ്ടിൽ. പക്ഷെ നമ്മൾ എത്തിയ സമയം ഒക്കെ വൈകിപ്പോയി. നാളെ കണ്ടാൽ മതി. പക്ഷെ നാളെ അവധിയാണ് ചൊവ്വാഴ്ച. ഈ കാണുന്നത് മറ്റൊരു ഗുഹകളാണ്. നോക്കുകയാണെ മല തുറന്നിട്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി. നമ്മളൊരു ബിൽഡിങ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കണതിനൊക്കെ ഈ സെറ്റപ്പിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നോക്കുകയാണെ ഇതൊക്കെ പാറ തുറന്നുണ്ടാക്കിയാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ മഹാരാഷ്ട്രയിലെ അരിയർ ഫോർട്ടിലിരുന്ന് അവിടുന്ന് ഏകദേശം 200 കിലോമീറ്റർ നമ്മളെ ഈ ഔറംഗാബാദിലേക്കുണ്ട് എല്ലാവരും ക്യൂ നിൽക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ അരിയർ ഫോർട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നതിന്. പക്ഷേ നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയില്ല, കാലാവസ്ഥ പ്രതികൂലമാണ്. അപ്പോൾ വെറുതെ കണ്ട കാഴ്ചകൾ തന്നെ കാണിക്കാന്ന് വെച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്യായിരുന്നാണ്. അപ്പോൾ ഞാൻ ഈ എല്ലോറ കേവിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടാണ് ഇൻട്രോ എടുത്തത്. അതാണ് ഇനി ചിലർ ചോദിക്കും എന്താ അവിടുന്ന് അരിയർ ഫോർട്ടിൽ നിന്ന് കണ്ട് എത്തുന്ന ഇത് വിഷ്വൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ട കാഴ്ചകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാണിക്കായിരുന്നാണ്. നമ്മൾ നാളെ ഇവിടുന്ന് പോകുന്നത് യവ്വാൽ വൈൽഡ് ലൈഫ് പോയി മധ്യപ്രദേശിലെ ഇൻഡോറിലേക്കായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം. നമുക്ക് പെട്ടെന്നുള്ള ഷൂട്ടിംഗ് അതുകൊണ്ട് വിചാരിച്ചതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാളെ നമ്മൾ മധ്യപ്രദേശിലെ കാഴ്ചകൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.